പിന്നെ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ കുറെ പേര് പറയും ഇതൊക്കെ എന്ത് റോൾ എന്ന് ചോദിക്കും. ഇതൊക്കെ ഒരു റോളാണോ, ഇതൊക്കെ ലാലേട്ടന് പുല്ലല്ലേ എന്ന് നിങ്ങൾ പറഞ്ഞു വരും. ഒന്ന് ചെയ്തു നോക്കൂ. സിമ്പിൾ ആയിട്ടുള്ള ചില മാനറിസങ്ങൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു എന്തെങ്കിലും ഒരു സാധനം നിലത്ത് വെക്കുന്ന ഒരു സീനായിരിക്കും, അല്ലെങ്കിൽ ഡോർ തുറക്കുന്ന ഒരു സീനായിരിക്കും. അതൊന്നും നിങ്ങൾ മൂപ്പര് ചെയ്യണ കണ്ടിട്ട് ഒന്ന് അനുകരിക്കാൻ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ആ ക്യാരക്ടറിൽ നിന്നുകൊണ്ട് ഡയലോഗ് പറഞ്ഞുകൊണ്ട് അത് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട്. ഇതൊരു സൈലന്റ് ആയിട്ടുള്ള ജോർജ് കുട്ടി, ചിരിക്കുന്ന ലോലുട്ടി, തമാശ, ദേഷ്യം, അങ്ങനെ പല വികാരങ്ങളുണ്ട്. ഇതൊക്കെ എന്ത് രസമായിട്ടാണ് അറിയില്ല ലാലേട്ടൻ അവതരിപ്പിച്ചേക്കുന്നത്. അതാണ് ലാലേട്ടനാണ് ഈ പടത്തിന്റെ ബിഗ് ബൂസ്റ്റ്, ബിഗ് ബാക്ക് ബോൺ. പിന്നെ സ്ക്രിപ്റ്റ് ബൈ ജിത്തു ജോസഫ്. സ്ക്രിപ്റ്റ് ഡയറക്ഷനെക്കാട്ടും സ്ക്രിപ്റ്റാണ് ഇതിൽ വേറെ ഹൈലൈറ്റ്. ഇത് രണ്ടും പിന്നെ അത്യാവശ്യം നല്ല ടെക്നിക്കൽ ക്വാളിറ്റിയും നല്ലൊരു അനിൽ ജോൺസന്റെ BGM ഒക്കെ കൂടി ആകുമ്പോൾ വളരെ എൻജോയബിൾ ആയിട്ടുള്ള, ഇമോഷണലി ഹുക്കിംഗ് ആയിട്ടുള്ള നല്ല ഒരു ഫാമിലി ഓറിയന്റഡ് ഡ്രാമ, ഇമോഷണൽ ത്രില്ലർ എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് ദൃശ്യം 3 തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങളും ഈ മുൻവിധികളൊന്നും ഇല്ലാണ്ട്, ഓവർ എക്സ്പെക്ടേഷൻ ഇല്ലാണ്ട് തിയേറ്ററിൽ പോയി പടം കാണുക, എന്നിട്ട് വിലയിരുത്തുക. നിങ്ങളെ പറയുന്നത് തന്നെയായാലും എന്റെ കമന്റ് സെക്ഷൻ പങ്കുവയ്ക്കുക. അപ്പോൾ ചാനൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.